ഇപ്പൊ എന്റെ വലിയ മുത്തശ്ശിയാണ്. നമ്മൾക്ക് വലിയ മുത്തശ്ശിയോട് ചില കാര്യങ്ങൾ ചോദിക്കാം. മുത്തശ്ശിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 94. അപ്പോ മുത്തശ്ശിയുടെ കുട്ടിക്കാല വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ എന്തൊക്കെയായിരുന്നു നിങ്ങൾ കളിച്ചിരുന്ന കളികള്? ഞങ്ങൾ കളിച്ചിരുന്ന കളികള് മുതലോടി കളിക്കുക, വട്ട് കളിക്കുക. അത് ശരി. അപ്പൊ ഞാനിപ്പോ ഫ്രോക്കും പാന്റും ടോപ്പും ഒക്കെ ആയിരുന്നു ധരിക്കണത്. അപ്പൊ മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശി എന്തായിരുന്ന? ഒന്നും ഏലസ് കെട്ടിക്കോണോ. പിന്നെ മുത്തശ്ശിക്ക് എവിടെയാണ് ഇപ്പൊ മുത്തശ്ശി ജനിച്ചത്? കടന്നൂര്. എത്ര അനിയന്മാരും അനിയത്തിമാരും ഉണ്ടോ മുത്തശ്ശിക്ക്? അനിയത്തിമാര് 3 അനിയന്മാരുണ്ടായി, അനിയത്തിമാരും 4 ആള്. അപ്പൊ മുത്തശ്ശിയുടെ അച്ഛനും അവരാരും ഇപ്പില്ല, ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പൊ മുത്തശ്ശിയുടെ അച്ഛനും അമ്മയും പറ്റിയിട്ട് പറയൂ. അച്ഛനും അമ്മയും പറ്റിയിട്ട് എന്താ പറയുന്നത്? എന്താ അച്ഛനും അമ്മയും എന്നെ അധികം നോക്കിയെടുക്കണതൊക്കെ എന്റെ മുത്തശ്ശിനെ. അപ്പൊ അച്ഛനും അമ്മയൊന്നും അത്ര സാരാക്കിയിട്ടൊന്നുമില്ല? അച്ഛനമ്മയും സാരാക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്റെ ആവശ്യമുള്ളതൊക്കെ പറയൊക്കെ മുത്തശ്ശിനോടാ പറയും. മുത്തശ്ശിനോട് അടുത്ത് കിടക്കുക. അപ്പൊ മുത്തശ്ശി ഒപ്പാണ് താമസിക്കല്ലേ? ഒപ്പാണ് താമസിക്കുക. വലിയ മുത്തശ്ശിമ, അച്ഛന്റെ അമ്മ. അച്ഛന്റെ അമ്മയാണ് എന്നെ നോക്കാനും ഒക്കെ തരാനും ചോറ് കുറച്ച് തരാനും ഒക്കെ അച്ഛന്റെ അമ്മയാണ്. ആരുടെ കൂടെയാണ് മുത്തശ്ശിമ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിരുന്നത്? കളിക്കാൻ അവിടെ അടുക്കെ ഉണ്ടാവും, ആളുകളുണ്ടാവും, പെണ്ണുങ്ങൾ വല്ലാണ്ട് ആരും ഉണ്ടാവില്ല. എന്റെ ഒപ്പായിട്ടൊന്നും ആരും അവിടെയൊന്നും ഇല്ലേ. മുത്തശ്ശിക്ക് വയസ്സായാൽ എത്ര വയസ്സിലാണ് മുത്തശ്ശിമ കല്യാണം കഴിച്ചത്? 15. പിന്നെ ഞാൻ എന്റെ അമ്മാത്ത് പോയാൽ ഉണ്ടാവും അച്ഛമ്മയുടെ അമ്മയുടെ ഒപ്പ ഞങ്ങൾക്ക് അവിടെ. അപ്പൊ ഇത്ര കുട്ടിയിൽ കല്യാണം കഴിച്ചപ്പോ മുത്തശ്ശിക്ക് സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ? സന്തോഷം ഉണ്ടായിരുന്നില്ല, സങ്കടം ഉണ്ടായിരുന്നില്ല. അപ്പൊ മുത്തശ്ശിക്ക് സ്കൂളൊന്നും പോയിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചത്? വീട്ടിലും താമസിച്ചിട്ട് പഠിപ്പിച്ചു. സംസ്കൃതം അച്ഛൻ പഠിപ്പിച്ചു. ഇപ്പൊ അച്ഛനാണ് എന്നെ കുട്ടികളൊക്കെ പഠിപ്പിച്ചത്. ഓക്കെ. അപ്പൊ അച്ഛനെ എപ്പോഴും ഇരുന്ന് പഠിപ്പിക്കോ? എപ്പോഴും രാവിലെ ഇതൊക്കെ ഊണൊക്കെ കഴിഞ്ഞ്. അപ്പൊ എല്ലാ കുട്ടികളെയും കൂടിയിട്ട് ഇരുന്നിട്ടാ പഠിപ്പിക്കുക? അല്ലല്ല, ഞാൻ മാത്രം. മുത്തശ്ശിമ മാത്രം. അപ്പൊ മുത്തശ്ശിമയ്ക്ക് ഇപ്പൊ കുട്ടിക്കാലത്തെ ഓർമ്മയൊക്കെ വരുമ്പോ മുത്തശ്ശിമയ്ക്ക് ഏതാണ് ഏറ്റവും ഓർമ്മ ഉള്ളതായിട്ട് തോന്നുന്നത്? ഏറ്റവും രസമുള്ളതായിട്ട് തോന്നുന്നത് എന്താ? അപ്പപ്പാടെ രസമായിട്ട് വേണം കുട്ടിക്കാലം തോന്നുന്നത്. കുട്ടികളുടെ കാലമാണ് നല്ലതെന്ന് തോന്നുമ്പോ.